Hi friends, welcome back to my channel. 2024 നേവി SSR ആൻഡ് MR എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള മോസ്റ്റ് കൺഫ്യൂസിംഗ് ഡൗട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒത്തിരി കുട്ടികളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ മെയിൽ ഐഡിയിലായിരുന്നു വന്നിരുന്നത്. അതായത് ഒരു ഫീഡ്ബാക്ക് റിട്ടേണിനെ കുറിച്ചിട്ട്. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നേവി SSR ആൻഡ് MR എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്. എക്സാം പാസ്സായ കുട്ടികൾക്കാണോ ആ ഒരു മെയിൽ വന്നിരിക്കുന്നത്, അത് ഫെയിൽ ആയവർക്കാണോ ആ ഒരു മെയിൽ വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നിങ്ങളും ഒരു ഡിഫൻസീവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഒത്തിരി കുട്ടികളുടെ പേഴ്സണൽ ഐഡിയിൽ അതേ രീതിയിലുള്ള മെസ്സേജ് വന്നതിന് ശേഷം കുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ നമ്മുടെ ഓരോ വീഡിയോസിന്റെ താഴെയും ഇതേ രീതിയിലുള്ള കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കമന്റ് ഇതായിരുന്നു: സർ, ഇപ്പോൾ എന്റെ ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ ജിമെയിൽ ഐഡിയിൽ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് ഒരു മെസ്സേജ് വന്നു. ആ ഒരു മെസ്സേജ് എക്സാം പാസ് ആയവർക്ക് മാത്രമാണോ വന്നത് എന്നതാണ് ഫസ്റ്റ് കമന്റ്. ഒന്ന് രണ്ട് കമന്റ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കമന്റ് ആണ്: സർ, ഇപ്പോൾ എക്സാം എഴുതിയ കുറച്ച് കുട്ടികൾക്ക് അവരുടെ മെയിൽ ഐഡിയിൽ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. അതായത് മെയിൽ ഐഡിയിൽ ഒരു മെസ്സേജ് വന്നു, അത് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? ആ ഫീഡ്ബാക്ക് എന്താണ്? അത് എക്സാം പാസ് ആയവർക്കാണോ? എന്നീ കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. രണ്ട് മെസ്സേജ് മാത്രമാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒത്തിരി മെസ്സേജ് ഇതേ രീതിയിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഇനി എന്താണ് ആ മെയിൽ ഐ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. നോക്കൂ, ഇതേ രീതിയിലാണ് മെയിൽ വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഒരു കാൻഡിഡേറ്റിന് വന്ന മെയിലാണ്. അവൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ അവൻ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതാണ്. ഇതേ രീതിയിലാണ് കുട്ടികൾക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. ഫിൽ ഔട്ട് ഫീഡ്ബാക്ക് ഫോം അഗ്നിവീർ നേവി 02/2024. ഡിയർ കാൻഡിഡേറ്റ്, ഇൻ യുവർ കമ്മിറ്റ്മെന്റ് ടു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വി കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ഫിൽ ഔട്ട് എ ഫീഡ്ബാക്ക് ഫോം ഫോർ അഗ്നിവീർ നേവി 2024. യുവർ ഫീഡ്ബാക്ക് ഈസ് crucial in helping us enhance your process and services. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ എക്സാമും ഈ ഒരു മെയിലുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. എക്സാം പാസ്സായവർക്കല്ല ഈ ഒരു മെയിൽ വന്നിരിക്കുന്നത്, എക്സാം ഫെയിൽ ആയവർക്കും അല്ല. മനസ്സിലായ നിങ്ങൾക്ക്? ഇന്ത്യൻ നേവി റാൻഡംലി എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് എത്തുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മെസ്സേജ് വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മനസ്സിലായ കുട്ടികളെ? ഈ ഒരു മെസ്സേജിന്റെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്, ചിലർക്ക് എത്തും, ചിലർക്ക് എത്തത്തില്ല. പാസ്സായവർക്കല്ല ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ഈ ഒരു മെസ്സേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അതായത് 02/2024 അഗ്നിവീറിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കണം. അതെങ്ങനെയാണ് നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്? നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ഇതേ രീതിയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് 10 to 12 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ നേവി ചോദിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ നിങ്ങൾ കൊടുക്കണം. അതെന്താണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്? അതായത് 02/2024 അഗ്നിവീറിന്റെ പ്രോസസ് എങ്ങനെയുണ്ട്, MR ആൻഡ് SSRന്റെ സ്റ്റേജ് 1ന്റെ പ്രോസസ് എങ്ങനെയുണ്ട്, ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്, നിങ്ങൾ അതിനോട് നല്ലപോലെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അഗ്നിവീർ പ്രോസസ് എങ്ങനെയുണ്ട് എന്നീ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിനെല്ലാം നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് എന്താണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലും ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രോസസ്സിലും എന്താണ് ഇന്ത്യൻ നേവി ചേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും. അതേ രീതിയിലുള്ള ഫീഡ്ബാക്ക് മെയിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ ആയാലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ആണ്. ക്ലിയർ ആയാലും കുട്ടികളെ? നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ആണ്. നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ വരുന്ന ഓരോ ക്വസ്റ്റിനും നിങ്ങൾ റിപ്ലൈ കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. കംപ്ലീറ്റ്. നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ആഗസ്റ്റ് 3rd വീക്കോടെ വരുന്നതായിരിക്കും. ക്ലിയർ? നിങ്ങൾ നല്ലപോലെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വേറെ